സാർ, ഈ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ 2 ദിവസമായി കലാപമാണ്. ട്രംപ് അധികാരം ഏൽക്കും മുമ്പ് തന്നെ പറഞ്ഞു, ഈ അനധികൃത കുടിയേറ്റക്കാരെ ഞാൻ ഒഴിപ്പിച്ചിരിക്കും എന്ന്. അത് ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കലാപം നടക്കുന്നത്. ഇത് എപ്പോൾ അവസാനിക്കും? എവിടെ ചെന്ന് നിൽക്കും ഈ നടപടികൾ? ട്രംപ് ഒരു കാര്യം പറഞ്ഞു വെച്ചു, നിനപ്പതേ മുടിപ്പവൻ. അതാണല്ലോ ട്രംപിൻ്റെ. അതായത് വിചാരിച്ചത് നടപ്പാക്കിയിരിക്കും, സാധിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും അസാധ്യ കാര്യങ്ങൾ പറഞ്ഞു വെക്കും. എന്നിട്ട് ബിസിനസ് കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നും പിന്നാക്കം പോകും. മറ്റു ചില കുടിയേറ്റ കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നതാണ് ട്രംപിൻ്റെ നിലപാട്. ഇപ്പം നിലവിൽ അമേരിക്കയിൽ ട്രംപിൻ്റെ തന്നെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 1 കോടിയിലധികം അനധികൃത കുടിയേറ്റക്കാരുണ്ട്. അതിൽ സിംഹഭാഗവും മെക്സിക്കോ അതിർത്തി കടന്നു വരുന്ന കുടിയേറ്റക്കാരാണ്, ഹിസ്പാനിക് വംശജരാണ്. അവർ മെക്സിക്കോ മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. ഇവിടെ കാലിഫോർണിയയുടെ ഒരു പ്രത്യേകത, കാലിഫോർണിയ ഒരു സ്പാനിഷ് സ്റ്റേറ്റ് ആയിരുന്നു, സ്പാനിഷ് സ്വാധീന മേഖലയുമായിരുന്നു. 1851 അമേരിക്ക കാലിഫോർണിയ ഏറ്റെടുക്കുന്നത്. ഐക്യ അമേരിക്കൻ നാടുകളുടെ ഭാഗമായി കാലിഫോർണിയ മാറുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജനസംഖ്യയുടെ ഒരു 40% എങ്കിലും വെള്ളക്കാരാണ്, പക്ഷേ അവർ ഹിസ്പാനിക് വംശജരാണ്. അതായത് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു വരേണ്യ വിഭാഗമല്ല, മറിച്ച് മറ്റൊരു വിഭാഗമാണ് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഈ ലാറ്റിൻ അമേരിക്കൻ കൾച്ചറുള്ള ലറ്റീനോ എന്നൊക്കെ പറയുന്ന വിഭാഗമാണ്. അവരിൽ കുറേ പേരെങ്കിലും കുടിയേറി വന്നവരാണ്. അവരുടെ നല്ല ശതമാനം കുടിയേറി വന്നവരാണ്. ഈ അടുത്ത കാലത്ത് പല പല സമയങ്ങളിലായി കുടിയേറി വന്നതാണ്. കാരണം ന്യൂ മെക്സിക്കോയും കാലിഫോർണിയയും അങ്ങനെ ഒരു സതേൺ സ്റ്റേറ്റ്സ് പലതും, സൗത്ത് ആൻഡ് വെസ്റ്റേൺ സ്റ്റേറ്റ്സ് പലതും മെക്സിക്കോയായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളുമാണ്. അതുകൊണ്ട് അവിടെ മുതൽ ട്രംപ് ഒരു വശത്തു ഇത് തെക്ക് പടിഞ്ഞാറ് വശത്തു നിന്ന് പൊള്ളിച്ചടുക്കാൻ തുടങ്ങുകയാണ്. അത് ബ്ലൂ സ്റ്റേറ്റ്സിനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. ബ്ലൂ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി ഗവർണർമാരായിട്ട്, ഡെമോക്രാറ്റിക് പാർട്ടി ജയിച്ച് അവരുടെ സംസ്ഥാന ഭരണം കൈയാളുന്ന സംസ്ഥാനങ്ങളാണ്. അതാണ് 23 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഡെമോക്രാറ്റിക് ഗവർണർമാരാണ്. മറ്റ് 27 സംസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക്കൻ ഗവർണർമാരാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്, ന്യൂയോർക്ക് ഒരു മറ്റൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാം വലിയ തോതിൽ കുടിയേറ്റം നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെയെല്ലാം തിരഞ്ഞു പിടിച്ച് അവരെ പുറത്താക്കാനുള്ള, ഫോഴ്സ്ഫുള്ളായി പുറത്താക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് ശ്രമിച്ചാൽ പറ്റില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സംസ്ഥാന ഗവർണറും ലോസ് ആഞ്ചലസ് നഗരം, അത് ഹോളിവുഡൊക്കെയുള്ള നഗരമാണെന്ന് ഓർക്കണം, സിലിക്കൺ വാലിയുടെ ആസ്ഥാനമാണ്. വളരെ വികസിതമായ സ്ഥലമാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ സംസ്ഥാനവുമാണ് കാലിഫോർണിയ. കാലിഫോർണിയയിലെ ഏറ്റവും വലിയ നഗരമാണ് ലോസ് ആഞ്ചലസ്. ഇപ്പോൾ സാംസ്കാരിക പൈതൃകമുള്ള ആ സ്ഥലം ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ വളരെ കൂടുതലാണ്, അമേരിക്കൻ എക്സ്ചക്കറിന് കൊടുക്കുന്ന റവന്യൂ. എന്നിരുന്നാലും ആ സ്ഥലം കേന്ദ്രീകരിച്ച് വേട്ട തുടങ്ങുകയാണ്. അങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ സൈനിക വിഭാഗം, അർദ്ധ സൈനിക വിഭാഗമായ നാഷണൽ ഗാർഡുകളെ 2000 പേരെ ആദ്യം, വീണ്ടും 2000 പേരെ, 4000 പേരെ വിന്യസിച്ചു. സ്റ്റേറ്റ് പോലീസ് ചെയ്താൽ ശരിയാവില്ല, പ്രക്ഷോഭകാരികളെ അമർച്ച ചെയ്യാൻ. ശരി, ഇനി പ്രക്ഷോഭകാരികൾ എന്തിനാണ് പ്രക്ഷോഭം നടത്തിയതെന്നും കൂടെ ആലോചിക്കണമല്ലോ. അത് ആലോചിക്കുന്നത് ICE, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എമിഗ്രേഷൻ. അപ്പോൾ ഈ ഒരു കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്, ഇപ്പോൾ ഈ ICE എന്ന് പറയുന്ന ഏജൻസി വൻതോതിലാണ് പൊതുസ്ഥലത്തു നിന്നും, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും, ഗ്യാസ് സ്റ്റേഷനുകളിൽ നിന്നും, പൊതുസ്ഥലത്തു നിന്നും, വീടുകൾ റെയ്ഡ് ചെയ്തുമൊക്കെ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് സംശയമുള്ളവരെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. അപ്പോൾ അതിനെതിരെ ഉണ്ടായ ജൈവികമായ ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം തെരുവിലേക്ക് നീണ്ടു. അപ്പോൾ അത് അമർച്ച ചെയ്യാൻ സംസ്ഥാന പോലീസിന് കഴിയുന്നില്ല. അതുകൊണ്ട് നാഷണൽ ഗാർഡ്, ഇപ്പോഴിതാ നാഷണൽ ഗാർഡിന് പുറമെ മെറീനുകളെയും കൂടി 700 മെറീനുകൾ പ്രത്യേക സൈനിക അഭ്യാസം പഠിച്ച ആളുകളാണ്. അവരെ കൂടെ വിന്യസിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞ കമാൻഡോ ഓപ്പറേഷൻ നടത്തുന്ന മെറീനുകളാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന തീവ്രവാദികളെ പിടിക്കാൻ ഒന്നും വേണ്ട, ഈ അബട്ടബാദ്, പാകിസ്ഥാനിലെ അബട്ടബാദിൽ ബിൻ ലാഡൻ അഭയത്തിലായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ബിൻ ലാഡനെ പിടിക്കാൻ അമേരിക്ക അയച്ചതും മെറീനുകളെയാണ്. പ്രത്യേക രീതിയിൽ ഓപ്പറേഷൻസിന് വൈദഗ്ധ്യമുള്ള ആളുകളെയാണ്. അപ്പോൾ റയറ്റ് കൺട്രോളിങ് ഡൈനമിക്സ് അറിയാവുന്ന മെറീനുകളെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വലിയ മാർഗമായി മാറിയിരിക്കുന്നു. സംസ്ഥാന ഗവർണറെ വേണ്ടി വന്നാൽ പിരിച്ചുവിടാൻ പറ്റില്ല, അവർ നേരെ തിരഞ്ഞെടുക്കുന്നതാണ്, അറസ്റ്റ് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്.
പോയി പണി നോക്കാൻ ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന ഗവർണർ. നോക്കൂ, നമ്മുടെ ഗവർണറെ പോലെയല്ല, അവിടുത്തെ ഗവർണറെ ജനം തിരഞ്ഞെടുക്കുന്നതാണ്. സ്വതന്ത്ര പരമാധികാര സംസ്ഥാനങ്ങളായിരുന്ന അല്ലെങ്കിൽ രാജ്യങ്ങളാണ് അവസാനം അമേരിക്കൻ ഐക്യനാടുകൾ എന്ന രൂപത്തിൽ ഒരു പ്രത്യേക കോൺഫെഡറസി രൂപീകരിച്ച് അമേരിക്കയായിട്ട് മാറിയത്. അതുകൊണ്ട് അവർക്ക് സംസ്ഥാനങ്ങൾക്ക്, ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും അവർക്കുണ്ട്. അതിന് മേൽ ഫെഡറൽ അതോറിറ്റി, കേന്ദ്രത്തിൻ്റെ അതോറിറ്റി കാണിക്കാൻ പ്രസിഡന്റ് അല്ല ഏത് വലിയ വിഖ്യാതൻ വന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് അവരുടെ ഭാഷ്യം. അങ്ങനെയാണ് സംഘർഷം കൂടുതൽ കനത്തത്. സർ, ഈ കുടിയേറ്റക്കാർ അങ്ങ് പറഞ്ഞല്ലോ, മെക്സിക്കൻ ഈ അമേരിക്കയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുടിയേറ്റം, അതുപോലെ തന്നെ ഈ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെ വലിയ തോതിൽ അമേരിക്കയിലേക്ക് കുടിയേറുന്നതായിട്ട്, ഇപ്പം യൂറോപ്യൻ യൂണിയനിലേക്കും അവർ വലിയ തോതിൽ, അവിടെയും ഈ കുടിയേറ്റം ഒരു വലിയ പ്രശ്നമാണ്. യൂറോപ്യൻ യൂണിയനും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്, പ്രത്യേകിച്ച് UK, ജർമ്മനി ഒക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെയൊക്കെ സമാനമായ ചില പ്രക്ഷോഭങ്ങൾ കണ്ടു. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ അളവ് എങ്ങനെയാണ്? അവരും ഇത്തരത്തിൽ ഈ പുറത്താക്കൽ ഭീഷണിയിലാണ് അവർ നിൽക്കുന്നത്. ഇവിടെ കുടിയേറ്റം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് അധികൃതമായ നിയമവിധേയമായ കുടിയേറ്റം. അത് നിശ്ചിത കാലയളവ് ഒന്നിൽ പഠിക്കാൻ പോകുന്നു, അതിനുശേഷം അവിടെ നിശ്ചിത നിയമവിധേയമായി നിശ്ചിത കാലയളവ് തുടരുന്നു, ഗ്രീൻ കാർഡ് നേടുന്നു, അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച് ഔപചാരികമായ രീതിയിൽ കുടിയേറുന്നു. അത് വെൽക്കം ആണ്. ദേ ആർ വെൽക്കം. ബിക്കോസ് മറ്റൊരു രാജ്യത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷം നോക്കൂ, ഇവിടെ IIT പ്രോഡക്ട്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ വലിയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ പഠിച്ച് ജയിച്ചു വരുന്ന ഇന്ത്യൻ നികുതിദായകരുടെ പണം കൊണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പഠിച്ചു വരുന്നവർ അതിനുശേഷം അമേരിക്കയിലേക്ക് ചേക്കേറി പോകുമ്പോൾ അതിന് ബ്രെയിൻ ഡ്രെയിൻ എന്ന് നമ്മൾ പറയും. അവരെ സംബന്ധിച്ചിടത്തോളം വെൽത്താണ്. അവരെ ചെറിയ രീതിയിൽ ട്രെയിൻ ചെയ്താൽ മതി, അമേരിക്കയെ ഗുണപരമായി ഉപയോഗിക്കാൻ സാധിക്കും. ദേ ആർ വെൽക്കം. പക്ഷേ പല ഭാഗ്യാന്വേഷണികളും പോകുന്നത് നുഴഞ്ഞ കയറ്റക്കാരായിട്ടാണ്. അവർ മെക്സിക്കോ അതിർത്തിയിൽ ഇവിടെയെങ്കിലും പോയി ഇറങ്ങി അതിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മതിയായ യാത്രാരേഖകളുമായി പോയി അവിടെ ചെന്നിട്ട് അങ്ങ് മുങ്ങുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഒക്കെ ഇന്തോനേഷ്യയിൽ നിന്നും ഒക്കെ ആളുകൾ കുടിയേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഡയസ്പോറ ആണ് അവിടുത്തെ ലാർജസ്റ്റ്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡയസ്പോറ ഇന്ത്യൻ ഡയസ്പോറയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മെക്സിക്കൻ വംശജർ കടന്നു വരുന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യൻ ഡയസ്പോറയ്ക്കുള്ളത്. അതുതന്നെ ഏറെ ആളുകളും ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ അവിടെ എത്തിപ്പെട്ട ആളുകളാണ്. മിക്കവരും യാത്രാരേഖ ഉള്ളവരുമാണ്. കൃത്യമായി പറഞ്ഞാൽ 53 ലക്ഷം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത്. ഇന്ത്യൻ വംശജരാണ് അമേരിക്കയിലുള്ളത്. അത് 1/2 കോടിയിലധികം. പക്ഷെ അതിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ മതിയായ യാത്രാരേഖകൾ ഇല്ലാതെയുള്ളൂ. അവരെയാണ് ബാച്ചായി തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ വിവാദമായതുമാണ്. പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറുന്നവരുടെ ഒരു നല്ല പങ്കെങ്കിലും അനധികൃത കുടിയേറ്റക്കാരുണ്ട്. ശതമാനക്കണക്കിൽ ഒരുപക്ഷെ കൂടുതലാണ്. ഇന്ത്യയാണ് എണ്ണത്തിൽ കൂടുതൽ, പക്ഷേ അനധികൃത കുടിയേറ്റത്തിന് ശതമാനക്കണക്കിൽ കൂടുതൽ ഒരുപക്ഷെ പാകിസ്ഥാൻ, ബംഗ്ലാദേശാണ്. പക്ഷേ ഇപ്പോഴത് ട്രംപിൻ്റെ ഭരണകൂടം കർശനമായി ഇന്ത്യയിൽ നിന്നല്ല, പാകിസ്ഥാനിൽ നിന്നല്ല, എവിടെ നിന്നാണെങ്കിലും അതികർശനമായി, ഇത് കാനഡയിൽ നിന്നാണെങ്കിൽ പോലും കർശനമായി തന്നെ അത് നോക്കുന്ന ഒരു നേരിടുമെന്നുള്ള നിലപാടാണ്. അത് ഒരു ലോകത്താകമാനമുള്ള ഒരു ഗ്ലോബലൈസേഷൻ ഡ്രൈവിനെ ഒരു പരിധി വരെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നീങ്ങാൻ, ഈ മൈഗ്രേഷൻ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഒരു കൊറോളറിയാണ് മൈഗ്രേഷൻ, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ അക്രോസ് ദ ഫ്രോണ്ടിയേഴ്സ്. പക്ഷെ അവിടെ അതിർത്തി കെട്ടി തന്നെ അടയ്ക്കുമെന്ന ട്രംപിൻ്റെ ഒരു ദൃഢനിശ്ചയം അത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു ആഭ്യന്തരമായി ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് അമേരിക്കയിൽ സംഭവിച്ചു. ഈ വെളിയിൽ നിന്ന് വരുന്നവർ സൂക്ഷിക്കേണ്ടവരാണ്, കള്ളന്മാരാണ്, വ്യഭിചാരികളാണ്, കൊള്ളക്കാരാണ്, പിടിച്ചുപറിക്കാരാണ്, മയക്കുമരുന്ന് കച്ചവടക്കാരാണ്. ഇതൊരു ജനറൽ നറേറ്റീവാണ് ട്രംപ് കൊടുക്കുന്നത്. ആ നറേറ്റീവ് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റിലേക്ക് നീങ്ങി. അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ട്രംപിനുമെല്ലാം ഗുണം ചെയ്തു അമേരിക്കയിൽ. അത് യൂറോപ്പിൽ തത്തുല്യമായ ചില കക്ഷികൾക്ക് യൂറോപ്പിൽ ഗുണം ചെയ്തു. ഇത് ഗ്ലോബൽ ട്രെൻഡിൻ്റെ ഒരു ഭാഗമാണ്. അത് ട്രംപ് അതിനെ മുതലെടുക്കുന്നു എന്ന് മാത്രം. ഉടനെ ഒന്നും ഈ അമേരിക്കയിലെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നാണ്. കാലിഫോർണിയയിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇത് കണ്ടെത്തി പകർന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഉടനെ ഒന്നും ഇത് അവസാനിക്കില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.